ഹലോ, വെൽക്കം ടു അവർ ചാനൽ. മലയാളത്തിലെ മുൻനിര സംവിധായകരിൽ ഒരാളായ സത്യൻ അന്തിക്കാടിന്റെ ഇതുവരെയുള്ള 10 മികച്ച ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് AK ലോഹിതദാസ് എഴുതി ജയറാം, തിലകൻ, സംയുക്ത വർമ്മ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. 1999 ചിത്രം റിലീസ് ചെയ്തത്. അവനെ കണ്ട വിറയ്ക്കണം. അതിന് ഞാനല്ലല്ലോ, എന്നെ കാണുമ്പോ ഇവരല്ലേ വിറക്കേണ്ടത്. വേണു, എന്നെ കാണുമ്പോ ഒന്നങ്ങോട്ട് വിറച്ചേക്കണേ. അവര് വിറയ്ക്കല്ല, നീ വിറപ്പിക്കുന്ന നോട്ട് നോക്കണം. ഇത് മതിയോ? AK ലോഹിതദാസ് എഴുതി 1990 പുറത്തിറങ്ങിയ സസ്നേഹം. ബാലചന്ദ്ര മേനോൻ, ശോഭന, KPSC ലളിത, ഇന്നസെന്റ്, സുകുമാരി, മീന എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്നതാ ഇത്? ഇങ്ങനെയുള്ള നിസ്സാര കാര്യത്തിനൊക്കെ വഴക്കണം തുടങ്ങിയാല് ഈ വീട്ടില് ഇന്ന ജാതി ഇന്ന ദൈവം എന്നൊരു വ്യത്യാസമില്ല. ആർക്കേത് ദൈവത്തെ എപ്പ വേണേ എവിടെ വെച്ച് എങ്ങനെ വേണേ പൂജിക്കാം. 9:30 അയ്യോ. 1988 ശ്രീനിവാസന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ പട്ടണപ്രവേശം. എക്കാലത്തെയും മികച്ച മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടാണ് ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? തങ്കപ്പാ, ഞാൻ സൈക്കിൾ എടുത്തോണ്ട് നമ്മുടെ കൊപ്രാക്കളം വരെ ഒന്ന് പോണം. ഒരാളെ അവിടെ കൊണ്ടാക്കണം. ശ്രീനിവാസൻ എഴുതി 1989 പുറത്തിറങ്ങിയ വരവേൽപ്പ്. മോഹൻലാൽ, രേവതി, മുരളി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. ആഹാ, അതുകൊണ്ടാണോ നീ താഴോട്ട് വരാത്തത്? ഈ കുന്തത്തിന് ആരെങ്കിലും പിടിച്ചോണ്ട് പോ. ഒന്ന് പിടിച്ചു മാറ്റൂ. എടാ ജിമ്മി, കം ഗോ. ഇത് ഒന്ന് ഹെൽപ്പ്. നീ അങ്ങനെ മേലോട്ട് കേറിയതല്ല, കേറിപ്പോ. എന്റെ പൊന്നുമോനെ, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാനും നിന്റെ വലിയേട്ടനും കാത്തിരിക്കായിരുന്നടാ. നിന്നെ കാണാഞ്ഞിട്ട് നിന്റെ ചെറിയേട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് ശരിക്കും ഊണ് പോലും കഴിച്ചില്ല മോനെ. ഞാൻ ചോറുണ്ടല്ലടാ. രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ 1989 പുറത്തിറങ്ങിയ മഴവിൽ കാവടി. ജയറാം, ഉർവശി, ഇന്നസെന്റ്, സിത്താര എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന റോളുകളിൽ എത്തുന്നത്. അവനെ ഞാൻ ഇവിടെ വരുത്തും, നീ നോക്കിക്കോ. ഞാനൊരു കാർ വാങ്ങും. അതേടാ, ഒരു കാറ് വന്നു എന്ന് പറഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ പഠിക്ക് വരും, ഈ വർക്ക് പറന്നു വരും. ഒരു മുതലാളി, നമുക്കൊരു ബെൻസ് തന്നെ മേടിക്കാം. ബെൻസിന് ഇപ്പൊ എന്ത് വരും? ബെൻസിന് ഇപ്പൊ എന്ത് വരും? നമുക്ക് കുഞ്ഞാപ്പനോട് ചോദിക്കാം. 1987 സിദ്ദിഖ് ലാൽ ശ്രീനിവാസൻ തിരക്കഥയിൽ പുറത്തിറങ്ങിയ നാടോടിക്കാറ്റ്. മോഹൻലാൽ, ശ്രീനിവാസൻ, തിലകൻ, ശോഭന എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണോ മുഖത്ത് കണ്ടില്ലേ? ഞാനാ കുഴപ്പമുണ്ടാക്കിയത്. കുട്ടിമിണ്ടായിരിക്കൂ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. മിസ്റ്റർ, ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് കൊണ്ട് പറ്റിയതാ. ഇവിടെ ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് ചെയ്യുമ്പോ തനിക്ക് ബ്രേക്ക് അറിഞ്ഞൂടെ? താനും കൊണ്ടും കൊള്ളിച്ചാണ്ടല്ലോ. വിളിച്ചാൽ താൻ എന്ത് ചെയ്യും? താൻ തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ മേലെന്ന് വെച്ചാൽ സത്യം പറയണോ? താൻ മനപ്പുറം കൊണ്ടിരിച്ചല്ലേ? മര്യാദക്ക് സംസാരിക്കണം. മനസ്സില്ല, ഇത് എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് കുന്തം വേണം. ഇതിനൊരു തീരുമാനമാകാതെ തന്നെ ഞാൻ വിടില്ല. സ്കൗണ്ടർ. ഞാൻ എന്താ വിളിച്ചേ? സ്കൗണ്ടർ. സ്കൗണ്ടറിന്റെ അർത്ഥം എനിക്കറിയാണോ? ചുമ്മാ എല്ലാം BCom ഫസ്റ്റ് ക്ലാസ് പാസ്സായത്. മോഹൻലാൽ, കാർത്തിക, ശ്രീനിവാസൻ, KPSC ലളിത എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന റോളുകളിൽ എത്തുന്നത്. യുടെ തിരക്കഥയിൽ 1988 പുറത്തിറങ്ങിയ പൊന്മുട്ടയിടുന്ന താറാവ്. കോമഡി ജോണറിൽപ്പെടുന്ന ചിത്രത്തിൽ ശ്രീനിവാസൻ, ഇന്നസെന്റ്, ഉർവശി, ജയറാം, KPSC ലളിത, ജഗതി ശ്രീകുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. 1990 ശ്രീനിവാസന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ തലയണ മന്ത്രം. ഉർവശി, ശ്രീനിവാസൻ, ജയറാം, KPSC ലളിത, പാർവതി, ഇന്നസെന്റ് എന്നിവർ തകർത്തഭിനയിച്ച ചിത്രമാണിത്. ശരിക്കും നോക്ക് മേസ്ത്രി, സ്റ്റാർട്ട് ആവാൻ ഞാൻ നാണക്കേടാ. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരു രക്ഷയില്ല, ഇറങ്ങി തള്ളേണ്ടി തന്നെ വരും. എന്തായാലും തള്ളണം. സാർ ഒന്ന് കയ്യച്ചാട്ടെ. എന്ത് പണ്ടാരത്താണ് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്? ആരെയാണോ കണിയേണ്ടത്? ശ്രീനിവാസന്റെ തിരക്കഥയിൽ 1991 പുറത്തിറങ്ങിയ സന്ദേശം. തിലകൻ, ശ്രീനിവാസൻ, ജയറാം എന്നിവരാണ് പ്രധാന റോളുകളിൽ എത്തുന്നത്. ഒന്ന് മാറോ, നമ്മൾ എങ്ങനെ ആയാലോ? നാരിയൽ കാ പാനി. എന്താ
नारियल पानी क्या क्या हमको पीने के लिए नारियल का पानी लावो. എന്താണ് മൂപ്പ് ചോദിക്കുന്നത്? ഇങ്ങനെയാണല്ലോ ആക്ഷൻ കാണിച്ചത്. വെള്ളമടിക്കാനായിരിക്കും. ദൈവമേ, ഇത്ര ആൾ നിൽക്കുമ്പോഴോ? ये बुद्धू का आदमी नारियल पानी लावो ना. ഇതാ തന്നെ മദ്യപാൻ തന്നെ. क्या मद्यपान है? हाफ बोतल क्या फुल बोतल? ഇതുപോലെയുള്ള എന്റർടൈൻമെന്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.